ഹായ് ഹലോ വെൽക്കം ടു ദ ആൻസൺസ്. ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് നമ്മുടെ വീടിനോട് ചേർന്ന് കനാലുണ്ട്. അപ്പം അവിടെ വെള്ളം വറ്റി നിൽക്കുന്ന സമയം ഇപ്പം കുറേ മീനുകൾ വെയിലൊക്കെ അടിച്ച് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കുറേ എണ്ണത്തിനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. സ്കൂൾ കഴിഞ്ഞ് റയാൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കനാലിൽ ഇറങ്ങി. റയാൻ ആ തുരങ്കത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുക, ഞങ്ങൾ തുരങ്കത്തിന് ഇപ്പുറത്ത് വന്നു. അവനവിടെ മീൻ പിടിച്ച് അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ നടന്ന് ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്നും കുറച്ചിങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിൽ കുറേയൊക്കെ നമ്മൾ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേ ചെറുത നല്ല എമൗണ്ട് ഓഫ് കിട്ടി. ഞങ്ങൾ കുറച്ച് ഒരു ആഗ്രഹത്തിന് കുറച്ചൊരു 19 പിടിച്ചുകൊണ്ട് വന്ന് ടാങ്കിലിടാന്ന് പറഞ്ഞ് പിടിക്കാൻ പോയതാണ്. പക്ഷേ പിടിച്ച് വന്നപ്പോഴത്തേക്കിന് കുറേ ആയി. അപ്പം ബക്കറ്റിനകത്ത് ഓക്സിജൻ ഡെഫിഷ്യൻസി കാരണം കുറേയൊക്കെ ചത്തുപോയി. അപ്പം അതുങ്ങളെല്ലാം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഫ്രൈ ചെയ്തു. ബാക്കി കുറേ ആണെങ്കിനെ നമ്മൾ നമ്മുടെ റയാനെ കളിക്കാനായിട്ട് ടാങ്കിനകത്ത് കീപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നേരത്തെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിപ്പറപ്പുകൾ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം ചത്തുപോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും മീനെ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീനുകൾ ആഗ്രഹത്തിന് വേണ്ടി പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ആവശ്യത്തിലേറെ മത്സ്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നമ്മളെ എടുത്തില്ലെങ്കിലും അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മളെ അവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ അതെല്ലാം ചത്തു പോകത്തേ ഉള്ളൂ. അവിടെ ഒരുപാട് മീനുകൾ അതിൽ ചത്തു കിടപ്പുണ്ട്. അതിൽ മുഷി, ആരകൻ, പിന്നെ നെടുമീൻ, ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഓഫ് മീനുകളുണ്ടായിരുന്നു. പിന്നെ ഞണ്ട്, ക്രാബുകൾ എല്ലാം അതിനകത്തുണ്ട്, ഫ്രോഗ് എല്ലാം. അപ്പോൾ ഇതുങ്ങളെല്ലാം വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് ചത്തു പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ സന്തോഷമായി പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് കൊതിക്ക് വേണ്ടി കുറച്ചെണ്ണത്തിന് പിടിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ആവശ്യത്തിലേറെ നമുക്ക് കിട്ടി. അപ്പുസാറ് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി കിടക്കുകയാണ്. നമ്മൾ മീനെ എല്ലാം പിടിച്ചതിന് ശേഷം ജീവനോടുള്ള ക്രാബുകളും ഫ്രോഗ് ആണ് ഈ ടാങ്കിനകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജീവനോടുള്ള മീനുകളെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നല്ല, വേറെ 2 ടാങ്കുകളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ള തീറ്റയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇവിടെ ലൈഫായിട്ട് കീപ്പ് ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഫണ്ണുകൾ വീഡിയോസാക്കി ഇടുന്നതായിരിക്കും.